സാറേ, വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം നടക്കുന്നത്. ഇപ്പോൾ സമ്പലിലെ മോസ്കുമായി ബന്ധപ്പെട്ട് ഒവൈസിയുടെ ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും ഈ കരച്ചിലിൻ്റെ ഒരു കാരണം? ഒവൈസി കഴിഞ്ഞ ദിവസം ABP ന്യൂസിൽ സന്ദീപ് ചൗധരി ആയിട്ടുള്ളൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഒവൈസി മറ്റേ ഈ കലാപമൊക്കെ നടന്ന കാലത്തും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാണല്ലോ. അതെ, അവർ തന്നെ നടത്തിയ കലാപമാണ് സമ്പലില്. അപ്പോൾ സമ്പലില് ഒരു സർവേ, അത് പഴയ ഹരിഹർ ക്ഷേത്രമായിരുന്നു അല്ലേ, കൽക്കി ഭഗവാന് വേണ്ടിയിട്ടുള്ള. ആ ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ക്ഷേത്രം മറ്റേ ബാബറിന്റെ കാലത്ത് ബേഗ് എന്ന് പറഞ്ഞൊരു കമാൻഡർ പൊളിച്ചിട്ട് പിന്നെ വന്ന മസ്ജിദാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ഇത് ക്ഷേത്രമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സർവേ, രണ്ടാമത്തെ സർവേയുടെ സമയത്താണ് അവിടെ കലാപം നടന്നത് സമ്പൽ മോസ്കിന്റെ മുമ്പിൽ. അപ്പോൾ അത് രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു എന്ന് യോഗി ആദിത്യനാഥ് നിയമസഭയിലും പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിന് വഖഫ് സ്വത്തല്ല സമ്പൽ മോസ്ക് എന്ന് ഒവൈസി പറയുന്നത് ശരിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വഖഫ് നിയമം ഭേദഗതി ചെയ്തല്ലോ 1995. അപ്പോൾ അതിൽ സെക്ഷൻ 3D എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ സെക്ഷൻ 3D അനുസരിച്ചിട്ട് ഈ സംരക്ഷിത സ്മാരകങ്ങളുണ്ടല്ലോ, അത് വഖഫ് സ്വത്തിൽ പെടില്ല. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് ഈ മോസ്ക്. 1920 സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ സംരക്ഷിത സ്മാരകങ്ങൾ മോസ്ക് ആവാത്തത് കൊണ്ട് ഇനി ഈ മോസ്ക് എന്ന ഈ മറ്റേ വഖഫ് സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് അല്ലാത്തത് കൊണ്ട് ഈ സമ്പൽ മോസ്ക് ഇനി വഖഫ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെയൊക്കെ സംഗതി മാറും. ഇപ്പം മുനമ്പത്ത് തന്നെ 2(1) എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ വഖഫ് നിയമത്തില്. അതനുസരിച്ചിട്ടൊരു ട്രസ്റ്റിന് വഖഫായിട്ട് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടി വഖഫായിട്ട് കാണാൻ കഴിയില്ല. ട്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അതിന് കൈമാറിയത്. ഇതിപ്പോൾ ട്രസ്റ്റിൻ്റെതായിരുന്നല്ലോ ഭൂമി, ട്രസ്റ്റ് വിറ്റതാണ് മുനമ്പത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ആയി. ഇതിപ്പോൾ അത് വഖഫ് സ്വത്ത് ആണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ അയോധ്യ വിധിയിൽ ഇയാൾ പറയുകയാണ്, ഒവൈസി, അയോധ്യ വിധിയിൽ ക്ലെയിം ഓവർ ലാൻഡ് ബൈ യൂസർ, അതായത് ഒരു ഭൂമിയിൽ അവകാശമുണ്ട്, വളരെ കാലമായിട്ട് ഞങ്ങളുടെ കൈവശം ഇരുന്നതാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതി അനുവദിച്ചു, അംഗീകരിച്ചു. എന്നാൽ പുതിയ വഖഫ് നിയമത്തിൽ, അതായത് ഈ മുമ്പത്തെ വഖഫ് നിയമത്തിൽ യൂസർ എന്ന് പറയുന്നത്, ക്ലെയിം ബൈ യൂസർ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. കുറെ കാലമായിട്ട് ഇതൊരു മോസ്കിന്റെ കയ്യിലാണെങ്കിൽ അത് അവരുടേതാണെന്ന് പറയുന്നത്, അത് ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞല്ലോ. അപ്പോൾ ഈ യൂസർ എന്നത് ഈ ബാധകമാവണം എന്നുണ്ടെങ്കിൽ അത് തർക്കമില്ലാത്ത ഭൂമിയായിരിക്കണം. പുതിയ വഖഫ് നിയമം അനുസരിച്ചിട്ട് യൂസർ ബൈ യൂസർ ഇത് ക്ലെയിം ഉണ്ടെങ്കിൽ, വഖഫ് ആകണം എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ തർക്കം പാടില്ല, അത് സർക്കാർ ഭൂമിയാകാനും പാടില്ല എന്ന് വ്യവസ്ഥയുണ്ട്. ഇതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് വഖഫ് അല്ലല്ലോ, അപ്പൊ വേറെയും വകുപ്പ് വന്നു. അപ്പൊ സകല ASI സ്മാരകങ്ങളും വഖഫ് ആയി അവകാശപ്പെട്ടിരുന്നതിൻ്റെ ഒക്കെ ആ വഖഫ് പദവി പോവുകയാണ്. പുതിയ നിയമം ഒപ്പിട്ട് കഴിഞ്ഞല്ലോ രാഷ്ട്രപതി, നിയമമായി കഴിഞ്ഞു. അപ്പോൾ ASIയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങളെ സംബന്ധിച്ച് നിർവചനം കുറച്ചുകൂടി വികസിപ്പിക്കുകയാണ് ചെയ്തത് പുതിയ നിയമത്തിൽ, സെക്ഷൻ 3D. അപ്പോൾ വന്നിരിക്കുന്നത് ഒരു സംരക്ഷിത സ്മാരകം വഖഫ് എന്ന പേരിൽ സംരക്ഷിക്കുന്ന അസാധുവാണ്. അപ്പോൾ ആ സെക്ഷൻ 3D പറയുന്നത് ഇങ്ങനെയാണ്: ഈ നിയമപ്രകാരമോ മുൻ നിയമപ്രകാരമോ ഒരു സംരക്ഷിത സ്മാരകം ഏൻഷ്യൻ മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് 1904, ഏൻഷ്യൻ മോണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് 1958 എന്നിവ പ്രകാരം സംരക്ഷിച്ചതോ ആയ വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച വഖഫ് വിജ്ഞാപനങ്ങൾ റദ്ദാകും. ഇന്ന് ഇതിൻ്റെ അകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതാണ് 3D.
അതായത് പഴയ 2 നിയമം 1904-ലെയും 1958-ലെയും സംരക്ഷിത സ്മാരകങ്ങൾ സംബന്ധിച്ച നിയമം അനുസരിച്ചിട്ടുള്ള വിജ്ഞാപനം, ഇത് വഖഫാണെന്നുള്ള ക്ലെയിം, അത് റദ്ദാവുകയാണ് എന്ന് 3Dയിൽ പറഞ്ഞിട്ടുണ്ട്. സംരക്ഷിത സ്മാരകത്തിന് മേൽ വഖഫ് അവകാശം പറ്റില്ല. പണ്ടോ ഇപ്പോഴോ അവകാശം വെച്ചാലും അസാധു എന്നാണ് അർത്ഥം. ചരിത്ര സ്മാരകങ്ങളിൽ കയ്യേറ്റം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ സംരക്ഷിക്കുന്ന മോസ്കിലുമൊക്കെ ഇപ്പൊ ശ്രീരംഗപട്ടണത്തിലും ഒരു കയ്യേറ്റം നടത്തുന്നതായിട്ട്, മോസ്കുകാർ കയ്യേറ്റം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കേസുണ്ട്. അങ്ങനെ ഒരുപാട് സംരക്ഷിത സ്മാരകത്തിൻ്റെ അകത്ത് കയ്യേറ്റം, പുതിയ കെട്ടിടം പണിയല്, മോസ്ക് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യൽ, ഇങ്ങനെ പല അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതോടുകൂടി നിലയ്ക്കും. ചരിത്ര സ്മാരകങ്ങളിൽ കയ്യേറ്റം പറ്റില്ല. ഇന്ത്യയുടെ പുരാവസ്തു സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ 3D കൂട്ടിച്ചേർത്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ. 2024 നവംബറിൽ, കഴിഞ്ഞ നവംബറിലാണ് ആ സർവേ നടന്നത്. സമ്പൽ മോസ്കിൻ്റെ അവിടുത്തെ ഹരിശങ്കർ ജെയിൻ, മഹന്ത് ഋഷിരാജ് ഗിരി എന്നിവർ കോടതിയിൽ പോയിട്ടാണ് സംഭവിച്ചത്. ശ്രീ ഹരിഹർ ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണത്. കൽക്കി ഭഗവാന്റെ അതാണല്ലോ അവസാനത്തെ അവതാരം, 10ാമത്തെ. അത് സമ്പലിലാണ് സംഭവിക്കുക എന്ന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹരിഹർ ക്ഷേത്രം ഇപ്പം മോസ്കിരിക്കുന്ന അവിടുത്തെ ബാബർ തകർത്തു. ബേഗ് എന്ന് പറഞ്ഞ കമാൻഡർ അയച്ചിട്ടാണ് തകർത്തത്. അത് 1904-ലെ ആക്ട് പ്രകാരമാണ് സംരക്ഷിത സ്മാരകമാക്കിയത്. മഹിഷ്മതി പുഴയുടെ കരയിലാണ് സമ്പൽ എന്ന് പറഞ്ഞ നഗരം. രോഹിൽഖണ്ഡ് മേഖലയിലാണ്, ഉത്തർപ്രദേശില്. സത്യയുഗത്തിൽ അതിൻ്റെ പേര് സമ്പലേശ്വർ എന്നായിരുന്നു. ത്രേതായുഗത്തിൽ മഹദ്ഗിരി എന്നായിരുന്നു. ദ്വാപരയുഗത്തിൽ പിങ്കള എന്നായിരുന്നു. കലിയുഗത്തിൽ സമ്പൽ എന്നാണ്. 1527-28 ഇത് തകർത്തത് എന്നാണ്. ഇത് അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ തകർക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇത് ബാബർനാമയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തകർത്ത കാര്യം. 1920 ഡിസംബർ 22-നാണ് അത് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ നവംബർ 24-നാണ് അവിടെ കലാപം നടന്നത്. അത് ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണെന്ന് യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. തുർക്കിക്കാരും പത്താൻകാരും നടന്നതാണെന്ന്. അവിടെ MP MLA 2 വിഭാഗത്തിൽപ്പെട്ടവരാണ്. നവംബർ 24-ന് കലാപം സർവേ നടത്തി 2500 ചിത്രങ്ങളൊക്കെ എടുത്തൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്നൊരു ഹിന്ദു ക്ഷേത്രമാണ്. അതിൻ്റെതായ ശില്പ വേലകൾ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ 2 ആൽമരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ക്ഷേത്രം ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പകുതി ഈ മോസ്കിൻ്റെ ഭാഗത്ത്, അത് അവർ കയ്യേറി തിരിച്ച് മോസ്കിൻ്റെ ഭാഗമാക്കിയിരുന്നൊക്കെ ഇപ്പോൾ യോഗി സർക്കാർ തിരിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചെടുത്ത് അവിടെ സമ്പൽ ഇപ്പോൾ ഒരു ചരിത്ര സ്ഥലമൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സമ്പൽ പോലെ. ഇതുപോലെ പല ഈ സംരക്ഷിത സ്മാരകങ്ങളായിട്ടുള്ള മോസ്കുകളുണ്ടല്ലോ. അങ്ങനെ പഴയത്, കുറെ വർഷം പഴക്കമുള്ളത്, അതൊക്കെ ഈ വഖഫ് സ്വത്തുക്കൾ അല്ലാതാവുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് വന്നാൽ അത് കോടതികൾക്ക് പരിഗണിച്ച് അതുപോലെ വിധിക്കാം. ഇതിപ്പോൾ അത് ഹരിഹർ ക്ഷേത്രമാണ്, അവിടെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഹിന്ദു വിഭാഗം വിഷ്ണു ശങ്കർ ജൈനും ഒക്കെ കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച വിധികളൊക്കെ വരാനുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീരംഗപട്ടണത്തിലും ഒരു മോസ്കിനെ സംബന്ധിച്ച്, സംരക്ഷിത സ്മാരകം സംബന്ധിച്ച് കേസ് നടക്കുന്നുണ്ട്, തർക്കം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാറേ, ഇപ്പോൾ ഇതിനകത്തൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വഖഫ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ പല പള്ളികളും പള്ളിയോട് ചേർന്ന സ്ഥലങ്ങളൊക്കെ കൈവശം വെച്ചിരുന്നു. ഒരു പക്ഷേ ഇതുപോലെ ഇനിയും അവകാശം ഉന്നയിച്ചിട്ട് ഇത് പണ്ട് ക്ഷേത്രമായിരുന്നു, ക്ഷേത്രത്തിൻ്റെ അവശേഷങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ വഴങ്ങിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. അതത്രേ പറ്റുള്ളൂ. പക്ഷേ അത് ഈ സർവേ ഒക്കെ വരും. ഇപ്പം ഞാൻ വാബി ഈ ഒരുപാട് കേസുകൾ കുറച്ചുകൂടി എളുപ്പമാവും. ഇപ്പൊ കേരളത്തിൽ തന്നെ രാമേന്ദ്രൻ നായർ കമ്മീഷനെ ഇപ്പോൾ അത് ആ കമ്മീഷന്റെ നിയമനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇന്ന് ഡിവിഷൻ ബെഞ്ച് അത് സാധുവാക്കിയിട്ടുണ്ട് കമ്മീഷൻ.
അത് ഈ പുതിയ നിയമം വന്നുകൊണ്ടാണ്. കാരണം മുനമ്പം വഖഫ് അല്ലാതായി, മുനമ്പം ഭൂമി. അപ്പൊ ആ കമ്മീഷന് അന്വേഷിച്ചിട്ട് കമ്മീഷന്റെ റിപ്പോർട്ട് കൊടുക്കാമല്ലോ. അതിന് പിന്നെ വാലിഡിറ്റിയും വരും, ആ റിപ്പോർട്ടിന് സാധുതയും വരും. പുതിയ നിയമം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഈ സമ്പൽ മോസ്ക് വഖഫ് അല്ല എന്ന് വരുന്നത്. അതിൻ്റെ കരച്ചിലാണ് ഒവൈസിയിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഈ ഒവൈസി ഇങ്ങനെ കരച്ചിലൊക്കെ നടത്തുമ്പോൾ ഈ മുസ്ലിം ഭൂരിപക്ഷ ആളുകളുടെ ഇന്നൊരു പിന്തുണ കിട്ടുമെന്നോ ഇനി നമ്മൾ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കില്ലേ അയാളുടെ നീക്കം? അതെ, അയാൾ ഇതുപോലെ കരയുമ്പോൾ സംരക്ഷിത സ്മാരകങ്ങളായിട്ട് ഒരുപാട് മോസ്കുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പൊ അയാളുടെ കയ്യിൽ തന്നെ 3000 കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അയാളുടെ കയ്യിലുണ്ട് ഹൈദരാബാദിലെ. അതും നഷ്ടപ്പെടുമല്ലോ. അപ്പൊ മാസം ഒരുപാട് വാടകയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണത്. അതൊക്കെ കൈവിട്ടു പോവാണ്. അതിന്റെയൊക്കെ സങ്കടം കൂടിയൊക്കെ ഈ നിലവിളിയുടെ പിന്നിൽ കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.